നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട്ടിൽ റെക്കോർഡ് പോളിംഗ് ശതമാനം 80 കടക്കും. സംസ്ഥാന ശരാശരിയേക്കാൾ വയനാട് മുന്നിൽ. ഒരിടത്തും അനിഷ്ട സംഭവങ്ങളില്ല. വോട്ടിംഗ് മെഷീനുകൾ പരക്കെ പണിമുടക്കി. അമ്പലവയലിലും തരുവണയിലും നിശ്ചിത സമയം കഴിഞ്ഞും നീണ്ട ക്യൂ. കുറിച്യാട് ബൂത്തിൽ പോളിംഗ് 100%. പോളിംഗ് ശതമാനത്തിലെ വർധന ആശയും ആശങ്കയും പങ്കുവച്ച മുന്നണികൾ. വൻ ഭൂരിപക്ഷം നേടുമെന്ന് UDF, തകർപ്പൻ വിജയം നേടുമെന്ന് LDF, വിജയപ്രതീക്ഷയുണ്ടെന്ന് NDA. വെള്ളമുണ്ടയിലെ മാതൃകാ പോളിംഗ് സ്റ്റേഷൻ വേറിട്ട അനുഭവമായി. പോളിംഗ് ബൂത്ത് കല്യാണ വീട് പോലെ. പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷ. തണ്ടർബോൾട്ടും അതിർത്തി രക്ഷാസേനയും രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വയനാട്ടിൽ റെക്കോർഡ് പോളിംഗ് സംസ്ഥാന ശരാശരിയെ മറികടന്നു. തെരഞ്ഞെടുപ്പിൽ ശക്തമായ ജനവികാരം. വയനാട്ടിൽ പോളിംഗ് ശതമാനം 80 മറികടക്കും. വോട്ടിംഗ് സമയം അവസാനിച്ചിട്ടും തരുവണയിലും അമ്പലവയലിലും വോട്ടർമാരുടെ നീണ്ട നിര. 2014 പോളിംഗ് നിരക്കും വയനാട് മറികടന്നു. 2014 73% പോളിംഗ്. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 73% പോളിംഗ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശതമാനം 77 ഉയർന്നു. അതിശക്തമായ ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. സംസ്ഥാനത്ത് ഓരോ മണ്ഡലത്തിലും പോളിംഗ് ശതമാനം ഉയരാൻ ഓരോ കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണമാണ് വോട്ടിംഗ് ശതമാനം ഉയർത്തിയത്. വയനാട് മണ്ഡലത്തിൽ കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി സെഗ്മെന്റുകളിലാണ് കനത്ത പോളിംഗ്. വണ്ടൂർ, നിലമ്പൂർ UDF അനുകൂല മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 75% കടന്നിട്ടില്ല. ഇത് UDF ക്യാമ്പുകളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടെ വോട്ടിംഗ് മെഷീനുകൾ കേടായതൊഴിച്ചാൽ അനിഷ്ട സംഭവങ്ങളൊന്നും വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിർത്തി രക്ഷാസേനയും തണ്ടർബോൾട്ടുമടക്കം 2000-ൽ പരം പോലീസുകാരാണ് ജില്ലയിൽ ക്രമസമാധാന പാലനം നിർവഹിച്ചത്. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്ന് KPCC സെക്രട്ടറി KK അബ്രഹാം. അതിന്റെ തെളിവാണ് പോളിംഗ് ശതമാനത്തിലെ വർധനവെന്ന് അദ്ദേഹം പറഞ്ഞു. വർഗീയ ഫാസിസത്തിനെതിരെയും രാഷ്ട്രീയ ഫാസിസത്തിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ തരംഗം മാഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. നെഹ്റു കുടുംബത്തിലെ പിൻഗാമി രാഹുൽ ഗാന്ധിക്ക് ഒരു വോട്ട് ചെയ്യാനുള്ളത്, ആ അവകാശം വയനാടൻ ജനത പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ഗാന്ധി ജയിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ശ്രീ രാഹുൽ ഗാന്ധിക്കായിരിക്കും. ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്കും BJPക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ചരിത്ര വിജയം നേടും. രാഹുൽ ഗാന്ധിയുടെ വിജയം ഇന്ത്യക്ക് മുഴുവൻ മാതൃകയാകുന്ന തരത്തിലുള്ള വിജയമായിരിക്കും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തിലെ വർധനവ് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് അനുകൂലമാകുമെന്ന് BDJS ജില്ലാ പ്രസിഡന്റ് MK ഷാജി പറഞ്ഞു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ നല്ല ഒരു വോട്ടിംഗ് ശതമാനം നേടാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോളിംഗിൽ ഉണ്ടായിട്ടുള്ള ഈ വർധനവ് NDAക്ക് ഉണ്ടാകാൻ പോകുന്ന പുത്തൻ ഉണർവിനെയാണ് കാണിക്കുന്നത്. MP വീരേന്ദ്രകുമാർ MPയും MV ശ്രേയാംസ് കുമാറും കൽപ്പറ്റ SKMJയിൽ വോട്ട് രേഖപ്പെടുത്തി. വയനാട്ടിൽ LDFന് വലിയ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ ഇത്തവണ LDF 100% വിജയം പ്രതീക്ഷിക്കുന്നുവെന്ന് PP സുനീർ. പൊന്നാനിയിൽ കഴിഞ്ഞ തവണ നേരിയ വോട്ടിനാണ് സീറ്റ് നഷ്ടമായതെന്നും ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. 100% വിജയപ്രതീക്ഷയിലാണ്. വളരെ ആവേശകരമായ പ്രവർത്തനമായിരുന്നു. 6-7 വട്ടങ്ങളിലായി ഏകദേശം 75% വോട്ടർമാരെ, 7 ലക്ഷത്തിലധികം വോട്ടർമാരെ നേരിട്ട് കാണാൻ സാധിച്ചു. വോട്ടർമാർ കണ്ടൊരു സ്ഥാനാർത്ഥി വയനാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റൊരൊക്കെ ആകാശത്തിരുന്ന് ടാറ്റ കാണിച്ചു പോയ ആളുകളാണ്. ഭൂമിയിലുള്ള ആളുകളെ കണ്ടത് ഒരു ആത്മവിശ്വാസത്തിലാണ്. പരമാവധി വോട്ട് കിട്ടും, ജയിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ ഈ ഇടതുപക്ഷം കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടു പോയത്. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
ജനകീയ അടിത്തറ വളരെയേറെ വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ ഘടകകക്ഷികൾ LDFിനോടൊപ്പം ചേർന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളിൽ വലിയ മുന്നേറ്റം LDFിനുണ്ടാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടനുസരിച്ച് വളരെ ചെറിയ നാരോ മാർജിനുള്ളൂ ഈ മണ്ഡലത്തിൽ. തീർച്ചയായും ഇടതുപക്ഷം വിജയിക്കുന്ന സീറ്റായി പൊന്നാനി മാറിയിട്ടുണ്ട്. മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ മികച്ച പോളിംഗ്. വൈകുന്നേരത്തും പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര. വോട്ടെടുപ്പ് തികച്ചും സമാധാനപരം. വോട്ടിംഗ് മെഷീൻ തകരാറിലായത് പല ബൂത്തുകളിലും ആളുകളെ വലച്ചു. തരുവണ 139 നമ്പർ ബൂത്തിൽ മെഷീൻ പണിമുടക്കിയത് 3 തവണ. മാനന്തവാടി മണ്ഡലത്തിൽ ആകെയുള്ള 173 ബൂത്തുകളിൽ 39 പ്രശ്നബാധിത ബൂത്തുകളാണ്. ഇതിൽ 12 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനവും 12 ബൂത്തുകൾ മാതൃകാ ബൂത്തുകളുമാണ്. ഗ്രാമീണ മേഖലകളിൽ രാവിലെ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. ഉച്ചയോടെ പോളിംഗ് ശതമാനം ഉയർന്നു. പലയിടത്തും മെഷീൻ തകരാറിലായത് വോട്ടർമാരെ ശരിക്കും വലച്ചു. കാട്ടിക്കുളം ചെമ്പകമൂലയിൽ 2 തവണ മെഷീൻ തകരാറിലായി. ഇതോടെ രാവിലെ 6:30 വോട്ട് ചെയ്യാനെത്തിയവർക്ക് 10 മണിയോടെയാണ് വോട്ട് ചെയ്യാൻ സാധിച്ചത്. എപ്പോഴാ വന്ന വോട്ട് ചെയ്യാൻ? 6:30 ഇതുവരെ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. OR കേളു MLA കാട്ടിക്കുളം എടയൂർക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിലും IC ബാലകൃഷ്ണൻ വാളാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും C മമ്മൂട്ടി MLA കെല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിലും മുൻമന്ത്രി PK ജയലക്ഷ്മി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ എടത്തനയിലും വോട്ട് രേഖപ്പെടുത്തി. തരുവണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 139 നമ്പർ ബൂത്തിൽ 3 തവണ മെഷീൻ പണിമുടക്കിയത് വോട്ട് ചെയ്യാനെത്തിയവരെ ഏറെ വലച്ചു. പോളിംഗ് ബൂത്തുകളിൽ എവിടെയും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ബത്തേരിയിലെ ഗോത്ര മേഖലകളിൽ കനത്ത പോളിംഗ്. ഈ മേഖലകളിലെ ബൂത്തുകളിൽ രാവിലെ മുതൽ നീണ്ട നിരയാണ് കാണപ്പെട്ടത്. കൂട്ടമായി എത്തിയാണ് ഇവർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. ഗോത്രമേഖലകളിലെ ബൂത്തുകളിൽ പോളിംഗ് ആരംഭിച്ച സമയം മുതൽ നീണ്ട നിര കാണാമായിരുന്നു. മുത്തങ്ങ, കല്ലൂർ, കല്ലുമുക്ക്, കുറിച്യാട് തുടങ്ങിയ ബൂത്തുകളിലാണ് ഏറെയും ഗോത്രവർഗ വോട്ടർമാരുള്ളത്. വോട്ടർമാർ കുട്ടികളെ അടക്കം കൂട്ടിയാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത്. പ്രായഭേദമന്യേ കൂട്ടമായാണ് ഇവർ പോളിംഗ് ബൂത്തുകളിൽ എത്തിയത്. കോളനികളിൽ നിന്നും കിലോമീറ്ററുകൾ നടന്നെത്തിയാണ് ഗോത്രവർഗക്കാർ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഗോത്രമേഖലയിൽ പൊതുവെ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്താറ്. വയനാട് വിഷൻ, ബത്തേരി. വനാന്തര വനാതിർത്തി ഗ്രാമങ്ങളിലെ ബൂത്തുകളിൽ സുരക്ഷയൊരുക്കി കേന്ദ്രസേന. മുത്തങ്ങ, കുറിച്യാട്, ചെട്ടിയാലത്തൂർ എന്നിവിടങ്ങളിലെ ബൂത്തുകളിലാണ് BSF പോളിംഗ് ബൂത്തുകൾക്ക് സുരക്ഷയൊരുക്കിയത്. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വനാന്തര വനാതിർത്തികളിലെ ബൂത്തുകൾക്ക് കേന്ദ്രസേന സുരക്ഷയൊരുക്കിയത്. ഒരു ബൂത്തിന് 4 പേർ എന്ന രീതിയിലാണ് സുരക്ഷയൊരുക്കിയത്. BSFന് പുറമെ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസും രഹസ്യാന്വേഷണ സംഘവും പ്രശ്നബാധിത ബൂത്തുകളിൽ സുരക്ഷ നൽകി. ആദിവാസി ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ കനത്ത പോളിംഗ്. പുൽപ്പള്ളി പഞ്ചായത്തിലെ പാക്കത്തും ചേകാടിയിലുമാണ് വോട്ടെടുപ്പ് തുടങ്ങുന്നതിനു മുൻപ് വൻ ക്യൂ രൂപപ്പെട്ടിരുന്നത്. പാക്കം ഗവൺമെന്റ് LP സ്കൂളിൽ 2ഉം ചേകാടി LP സ്കൂളിൽ 1 വീതവും ബൂത്തുകളാണ് ഉള്ളത്. പ്രശ്നബാധിത ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് ഈ ബൂത്തുകൾ. അതിനാൽ തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇവിടെ വോട്ടെടുപ്പ്. രണ്ടിടത്തുമായി 2500ഓളം വോട്ടർമാരാണ് ഉള്ളത്. ഉച്ചയോടെ തന്നെ 50% പോളിംഗ് രേഖപ്പെടുത്തി. വനാതിർത്തി ആയതിനാൽ കേരള പോലീസിന് പുറമെ തണ്ടർബോൾട്ടിന്റെയും സുരക്ഷാ വലയത്തിലാണ് പോളിംഗ് പുരോഗമിച്ചത്. മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ കാലത്ത് തന്നെ ഓരോ ബൂത്തിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ്. 23 പോളിംഗ് സ്റ്റേഷനുകളിലായി 44 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ്. രാവിലെ മുതൽ തന്നെ സ്ത്രീകളുടെ നീണ്ട നിരയാണ് പ്രത്യക്ഷപ്പെട്ടത്. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന മേഖലയായതിനാൽ കനത്ത സുരക്ഷയിലാണ് വോട്ടിംഗ് നടന്നത്. പരമാവധി വോട്ടർമാരെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിവിധ കക്ഷികൾ. രാവിലെ തന്നെ പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിൽ KPCC സെക്രട്ടറി KK അബ്രഹാം, KL പൗലോസ്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് പത്മനാഭൻ മാസ്റ്റർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS ജനാർദ്ദനൻ എന്നിവർ കുടുംബസമേതമെത്തി വോട്ട് ചെയ്തു. കന്നി വോട്ടർമാരും കുടകിലും മറ്റും ജോലിക്ക് പോയവരും വോട്ട് ചെയ്യാൻ എത്തിയത് പോളിംഗ് ശതമാനം ഉയരാൻ കാരണമായി. 12 മണിയോടെ 40% പോളിംഗ് രേഖപ്പെടുത്തി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണിത്. എൻ്റെ 35ാം വിവാഹ വാർഷിക ദിനമാണ്. അന്നേ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിക്ക് ഒരു വോട്ട് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ത്യയിൽ ഉടനീളം ഒരു UDF തരംഗം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസവും.
നൂൽപ്പുഴ പഞ്ചായത്തിലെ 82ാം ബൂത്തായ കുറിച്യാട് 100% പോളിംഗ് നടന്നു. ഇവിടെ 58 വോട്ടർമാരാണുള്ളത്. രാവിലെ വോട്ടിംഗ് വിവിപാറ്റ് മെഷീൻ തകരാറിലായതിനാൽ 1 മണിക്കൂർ വൈകി 8:12 പോളിംഗ് ആരംഭിച്ചത്. തുടർന്ന് 11:30 തന്നെ 96% പോളിംഗ് നടന്നു. വൈകിട്ട് 5:45 100% പോളിംഗ് രേഖപ്പെടുത്തിയത്. ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് രവി മാസ്തിയും ഒടുവിൽ വോട്ട് ചെയ്തത് രാജു ബൊമ്മനുമാണ്. പ്രിസൈഡിംഗ് ഓഫീസർ വൈകിട്ട് രാജു ബൊമ്മനെ നേരിട്ട് പോയി കൊണ്ടുവന്നാണ് വോട്ട് ചെയ്യിപ്പിച്ചത്. പ്രതികൂല കാലാവസ്ഥയിലും പോളിംഗ് ശതമാനം ഉയർന്നതിൽ ആശങ്കയിലും മുന്നണികളും സ്ഥാനാർത്ഥികളും. പോളിംഗ് ശതമാനത്തിന്റെ വർധനവ് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് വയനാട്ടിലെ മത്സരം ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുന്നത്. UDFന്റെ ഉറച്ച മണ്ഡലമായ വയനാട്ടിൽ റെക്കോർഡ് ഭൂരിപക്ഷം ദേശീയ അധ്യക്ഷന് നേടിക്കൊടുക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു UDF. എന്നാൽ വയനാട്ടിൽ ശക്തമായ പ്രതിരോധമായിരുന്നു LDF തീർത്തത്. ഇതിനാൽ തന്നെ വയനാട്ടിൽ പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. ഇത്തവണ വയനാട്ടിൽ റെക്കോർഡ് പോളിംഗാണ് രേഖപ്പെടുത്തിയിരുന്നത്. 2014 73.21% പോൾ ചെയ്തത്. എന്നാൽ ഇത് ഇത്തവണ 80%-ത്തിലേക്ക് ഉയർന്നു. 2009 വയനാട്ടിൽ ഉയർന്ന പോളിംഗ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നത്. ഈ റെക്കോർഡാണ് ഇത്തവണ തിരുത്തി കുറിച്ചത്. വയനാട്ടിൽ രാഹുൽ തരംഗം വീശിയടിച്ചുവെന്ന് UDFും പോളിംഗ് ശതമാനം ഉയർന്നത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പുമുള്ളത്. അനുബോർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. നൂൽപ്പുഴ പഞ്ചായത്തിലെ UDFന്റെ വോട്ടുകൾ വ്യാപകമായി നീക്കം ചെയ്തതായി ആക്ഷേപം. ഓരോ ബൂത്തുകളിലും 40 മുതൽ 50 വരെ വോട്ടുകളാണ് നീക്കം ചെയ്തതായി ആക്ഷേപമുള്ളത്. ഭരണകക്ഷിയും ഉദ്യോഗസ്ഥരും ചേർന്നാണ് വോട്ട് നീക്കം ചെയ്തതെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഹൈക്കോടതിയെയും സമീപിക്കുമെന്നും UDF. നൂൽപ്പുഴ പഞ്ചായത്തിലെ ബൂത്തുകളിലാണ് വ്യാപകമായി വോട്ട് നീക്കം ചെയ്തതായി പരാതി ഉയർന്നത്. ഓരോ ബൂത്തുകളിൽ നിന്നും 40 മുതൽ 50 വോട്ടുകൾ വരെ അനധികൃതമായി നീക്കം ചെയ്തതായാണ് ആക്ഷേപം. 10 മുതൽ 20 വരെ വോട്ടർമാരുടെയും പ്രദേശത്ത് സ്ഥിരതാമസമുള്ളവരുടെയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവരുടെയും പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാരും ഭരണകക്ഷിയും ചേർന്നാണ് ഇത്തരത്തിൽ വോട്ടുകൾ അനധികൃതമായി നീക്കം ചെയ്തതെന്നും ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഹൈക്കോടതിയെയും സമീപിക്കുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. വ്യാപകമായി UDF അനുകൂല വോട്ടുകൾ വെട്ടിനീക്കിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM വളരെ സംഘടിതമായി ആസൂത്രിതമായി CPM ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി BLOമാരെ വെച്ച് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ പേരുള്ള കഴിഞ്ഞ പാർലമെൻറ്റ് വോട്ട് ചെയ്തിട്ടുള്ള ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡുള്ള ആളുകളെ വ്യാപകമായി വോട്ടിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. ഇത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഈ CPMന് തന്നെ ഇതായിട്ട് ഞങ്ങളിതിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും BLOമാർക്കെതിരെയും ഈ ഇലക്ഷൻ കമ്മീഷനിലും ഹൈക്കോടതിയിലും നാളെ തന്നെ ഇതിനെതിരായിട്ടുള്ള കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കും. വയനാട് വിഷൻ, ബത്തേരി. ജനാധിപത്യത്തിൽ പങ്കാളിയാകാൻ 104-ാം വയസ്സിലും കണ്ണാമ്പറമ്പിൽ വർഗീസ് ആവേശത്തോടെ ബൂത്തിലെത്തി. ചിരാൽ AUP സ്കൂളിലെ 211-ാം ബൂത്തിലാണ് ജനാധിപത്യ ഉത്തരവാദിത്വം നിറവേറ്റാൻ മകൻ ജോൺ വർഗീസിനൊപ്പം ഇദ്ദേഹം എത്തിയത്. അമ്പലവയൽ പഞ്ചായത്ത് മട്ടപ്പാറ ചീങ്ങേരി ഗവൺമെന്റ് LP സ്കൂൾ 161-ാം ബൂത്തിൽ രാവിലെ മുതൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കി. 7 മണിക്ക് ആരംഭിക്കേണ്ട പോളിംഗ് 45 മിനിറ്റ് വൈകിയാണ് ആരംഭിച്ചത്. അരമണിക്കൂറിന് ശേഷം പ്രശ്നം പരിഹരിച്ചെങ്കിലും വീണ്ടും യന്ത്രം തകരാറിലായി. 11 മണിക്ക് വോട്ടിംഗ് പുനഃസ്ഥാപിച്ചു. 11 മണി വരെ 23 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പലരും വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങിപ്പോയി. 6 മണിക്ക് ക്യൂവിലുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. മട്ടപ്പാറ 161-ാം ബൂത്തിൽ രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു. പക്ഷേ വോട്ടിംഗ് മെഷീൻ കേടുവന്നതിൻ്റെ പേരിൽ 11 മണിക്ക് ശേഷമാണ് വോട്ടിംഗ് യഥാക്രമത്തിൽ നടന്നത്. അപ്പോൾ കുറച്ച് പേര് പോവുകയും രാവിലെ വന്നവരൊക്കെ പിന്നെ ഇപ്പോൾ അവർ ജോലി സ്ഥലത്തേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് പോയിട്ടുണ്ട്. നല്ല തിരക്കുമാണ്. നല്ല രീതിയിൽ തന്നെ വോട്ടിംഗ് നടക്കുന്നുമുണ്ട്. ഇതാദ്യമായിട്ടാണ് ഈ ബൂത്തിൽ ഇങ്ങനെ ഒരു വിഷയം. പുൽപ്പള്ളി പഞ്ചായത്തിലെ വിജയ LP സ്കൂൾ 41-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായത് കാലത്ത് തന്നെ വോട്ട് ചെയ്യാനെത്തിയവരെ വലച്ചു. തുടർന്ന് 8 മണിയോടെയാണ് വോട്ടിംഗ് മെഷീൻ തകരാർ പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിച്ചത്. ഇത് കാരണം വോട്ടർമാരെ മണിക്കൂറുകളോളം ക്യൂവിൽ നിർത്തേണ്ടി വന്നു. ഇതിനു പുറമെ പോളിംഗ് ഓഫീസർമാരുടെ പരിചയക്കുറവും വോട്ടർമാരെ വലച്ചു. സമീപത്തെ പോളിംഗ് ബൂത്തുകളിൽ നിന്നും 5 മുതൽ 6 വരെ ആളുകൾ വോട്ട് ചെയ്തിറങ്ങുമ്പോൾ ഈ ബൂത്തിൽ ഒരാൾക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ ആകുന്നത്. ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പരാതി ഉയർന്നു. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ കോറം GLP സ്കൂളിലെ 106-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനാൽ അല്പസമയം വോട്ടെടുപ്പ് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് വോട്ടിംഗ് യന്ത്രം മാറ്റി വോട്ടെടുപ്പ് തുടങ്ങി. വെള്ളമുണ്ട സെന്റ് ആൻസ്
ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരുക്കിയ മാതൃകാ പോളിംഗ് സ്റ്റേഷൻ വോട്ടർമാർക്ക് വേറിട്ട അനുഭവമായി. ഒരു കല്യാണ വീട്ടിൽ കയറി വരുന്ന പ്രതീതിയാണ് ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന വോട്ടർമാർക്ക് ആദ്യം അനുഭവപ്പെടുക. കുലച്ചവാഴയും ഇളനീർക്കുലയും കുരുത്തോലത്തോരണവും ആദ്യം സ്വാഗതമേകും. പിന്നീട് കാണുന്നത് വോട്ടർമാരെ സ്വാഗതം ചെയ്യുന്ന കുതിരകളെയാണ്. പോളിംഗ് ബൂത്തിൽ അടുത്തെത്തിയാൽ വോട്ടർമാർക്ക് ഇരിക്കാനുള്ള കസേരകൾ റെഡി. വലിയ TV സ്ക്രീനിൽ ഇഷ്ടമുള്ള പരിപാടികളും ആസ്വദിക്കാം. പിന്നീട് ഓരോ വോട്ടർമാർക്കും ബൂത്ത് കയറി വോട്ട് ചെയ്തതിന് ശേഷം മധുരം നൽകും. കുടിക്കാൻ ജ്യൂസും റെഡി. 122 നമ്പർ ബൂത്തായ ഇവിടെ 800 വോട്ടർമാരാണുള്ളത്. 403 പുരുഷന്മാരും 397 സ്ത്രീ വോട്ടർമാരും. ഇന്നിവിടെ വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരും സ്കൂളിൽ ഒഴുകിയെത്തിയ സൗകര്യത്തെപ്പറ്റി വാനോളം പുകഴ്ത്തിയാണ് മടങ്ങിയത്. ബൂത്ത് സന്ദർശിച്ച മാനന്തവാടി സബ് കളക്ടർ NSK ഉമേഷ് IASനും സഹപ്രവർത്തകർക്കും ഇവിടുത്തെ സൗകര്യത്തെപ്പറ്റി പ്രശംസിച്ചു. വെള്ളമുണ്ട വില്ലേജ് ഓഫീസർ സന്ദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വില്ലേജ് ജീവനക്കാരും സ്കൂൾ മാനേജ്മെന്റും കൈകോർത്താണ് വോട്ടർമാർക്ക് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവത്തിലേക്ക് പ്രിയ വോട്ടർമാർക്ക് സ്വാഗതമേകിക്കൊണ്ടുള്ള ബാനറുകൾ എല്ലായിടത്തുമുണ്ടെങ്കിലും ഇത് ആസ്വാദനമാക്കിയത് ഈ ബൂത്തിൽ എന്നതാണ് സത്യം. സെൻട്രൽ 122 ബൂത്ത് നല്ല മാന്ത്രികപരമായ ബൂത്താണ്. ആ ബൂത്തിൽ എല്ലാ രീതിയിലുള്ള മാന്ത്രികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 100% നല്ല സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ കുടിവെള്ളത്തിനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും നല്ല ഒരു പവർഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ആണ് ചെയ്തത്. വിജിത്ത്, ന്യൂസ് ബ്യൂറോ, വെള്ളമുണ്ട. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഓരോ സെക്ടറിലും ഓരോ പോളിംഗ് സ്റ്റേഷൻ മാതൃകാ പോളിംഗ് സ്റ്റേഷൻ ആക്കിയിട്ടുണ്ട്. കോറം GLP സ്കൂളാണ് ഇവിടെ മാതൃകാ പോളിംഗ് സ്റ്റേഷൻ. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇവിടെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. ഏറ്റവും നന്നായി അലങ്കരിച്ച പരിസ്ഥിതി സൗഹൃദ പോളിംഗ് സ്റ്റേഷന് പ്രത്യേകം സമ്മാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ സർക്കാർ വാഹനം. മാനന്തവാടിയിലെ സിനി ജോസിന് സൗകര്യപ്രദമായി വോട്ട് ചെയ്ത് മടങ്ങാനായി. എരുമത്തേരുവിലെ പഴയ ഗ്യാസ് ഏജൻസി റോഡിലാണ് 80% ഭിന്നശേഷിയുള്ള സിനി താമസിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ തന്നെ ബൂത്ത് ലെവൽ ഓഫീസർ AK സുലോചന, റൂട്ട് ഓഫീസർമാരായ AP പാർത്ഥസാരഥി, EE നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ വാഹനം സിനിയുടെ വീട്ടിലെത്തി. മാനന്തവാടി സെന്റ് ജോസഫ് TTIയിലെ 56 നമ്പർ ബൂത്തിലായിരുന്നു ഇവരുടെ വോട്ട്. ഓഫീസർമാർക്കൊപ്പം സഹോദരൻ സിബി ജോസ് സിനിയെ കൂട്ടി പോളിംഗ് ബൂത്തിലെത്തി. സിബിക്കും ഭാര്യ ഫാബി ഫ്രാൻസിസിനുമാണ് ജില്ലാ ഭരണകൂടം സിനിയുടെ രക്ഷാകർതൃ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. വാഹനത്തിൽ സ്കൂൾ മുറ്റത്ത് വന്നിറങ്ങുമ്പോഴേക്കും അവിടെ വീൽ ചെയറുമെത്തി. സഹോദരൻ സിബിയാണ് സിനിയുടെ വോട്ട് ചെയ്തത്. ഭിന്നശേഷിക്കാർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനായി സർക്കാർ വാഹന സൗകര്യം ഏർപ്പെടുത്തിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സിബി പറഞ്ഞു. വാഹനം മുഖേന വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. സർക്കാർ കൊണ്ടുവന്ന് വളരെ സന്തോഷമുണ്ട് ഭിന്നശേഷിക്കാരായ ഞങ്ങൾക്ക്. പക്ഷേ ഇത് എത്രമാത്രം പ്രാവർത്തികമാകുന്നുണ്ട് എന്നതിൽ ഇതുണ്ട്. കാരണം ഭിന്നശേഷിക്കാരായ ആൾക്കാർ ഇഷ്ടം പോലെ നമ്മൾ ഗ്രാമസഭയൊക്കെ കൂടുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അവർക്കെല്ലാം ഇത് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു മാതൃക ആയിക്കോട്ടെ എന്ന നിലയിലാണ് ഇന്ന് എൻ്റെ പെങ്ങളെയും കൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. അതേപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ എല്ലാ പൗരന്മാരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശമുണ്ടായി. അതും ഈ കാര്യത്തിന് എനിക്ക് മോട്ടീവായിട്ടുണ്ട്. വയനാട് വിഷൻ, മാനന്തവാടി. പഴുതടച്ച സുരക്ഷയിലും വോട്ട് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന മാവോയിസ്റ്റ് പോസ്റ്റർ. തലപ്പുഴ മക്കിമലയിലെ ബസ് സ്റ്റോപ്പിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ മാവോ സാന്നിധ്യം സ്ഥിരീകരിക്കാതെ പോലീസ്. പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് പോലീസ് പരിശോധന കർശനമാക്കി. മാവോവാദി സാന്നിധ്യമുള്ള തലപ്പുഴ മക്കിമലയിലെ ബൂത്തിലും തിരുനെല്ലി പോലീസ് സ്റ്റേഷനു കീഴിൽ വരുന്ന DCM UP സ്കൂൾ, തിരുനെല്ലി ആശ്രമം സ്കൂൾ എന്നീ ബൂത്തുകളിലും പോലീസ്, ആന്റി നക്സൽ സ്ക്വാഡ്, തണ്ടർബോൾട്ട്, BSF സേനകളുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് മാവോവാദികൾ തിരുനെല്ലിയിലും മക്കിമലയിലും മേപ്പാടി മുണ്ടക്കയിലും വോട്ട് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട് പോസ്റ്റർ പതിച്ചിരുന്നു. ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ഇവിടങ്ങളിൽ കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത്. എന്നാൽ തലപ്പുഴ മക്കിമല ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെടുന്ന 2 പോസ്റ്ററുകൾ ഇന്ന് രാവിലെ പോലീസിന് ലഭിച്ചു. എന്നാൽ ഇത് മാവോയിസ്റ്റ് പോസ്റ്ററാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. മക്കിമലയിലും പിലാക്കാവ് പഞ്ചാരക്കൊല്ലിയിലും പ്രളയത്തിൽ നാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാത്ത നടപടിയിൽ പ്രതികരിക്കുക, വോട്ട് ബഹിഷ്കരിക്കുക തുടങ്ങിയവയാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. പോസ്റ്റർ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മാനന്തവാടി ASP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രദേശങ്ങളിൽ വീണ്ടും പരിശോധന നടത്തി. Under the able guidance of our SP Sir Shri Karupaswamy R and IG Sir MR Ajit Kumar Sir, entire Wayanad district police force is mobilized. We are totally in control of the situation. Election is going on very smoothly and we hope that by 6 o'clock maximum percentage of voting would be done from Wayanad police. And thank you to everyone for supporting us. കനത്ത സുരക്ഷയിലും പ്രദേശത്ത് നിന്ന് പോസ്റ്റർ ലഭിച്ചത് പോലീസിന് കൂടുതൽ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി.
പാക്കം പോളിംഗ് ബൂത്തിന് സമീപം വനത്തിൽ നിന്നിറങ്ങുന്ന ആനകളെ തുരത്തുന്നതിന് കർഷകർ പടക്കം പൊട്ടിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആശങ്കയിലാഴ്ത്തി. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പാക്കം ഗവൺമെന്റ് LP സ്കൂളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ആശങ്കയിലായത്. 2 ബൂത്തുകൾ ഉള്ളതിനാൽ മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് തണ്ടർബോൾട്ടും CRPF-ന്റെയും നേതൃത്വത്തിൽ വൻ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായതിനാൽ പടക്കത്തിന്റെ ശബ്ദം എവിടെ നിന്നെന്ന് അറിയാതെ ആദ്യം പകച്ചുപോയി. ആനയെ തുരത്തുന്നതിനാണ് പടക്കം പൊട്ടിച്ചതെന്ന് അറിയിച്ചെങ്കിലും രാത്രിയിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൽപ്പറ്റ ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. വൈകിട്ട് 4:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു കാർ നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് പാഞ്ഞുകയറി. 40-ലധികം അടി താഴ്ചയിലേക്കാണ് ഒരു കാർ മറിഞ്ഞത്. റോഡരികിൽ കൂട്ടിയിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകളിലാണ് രണ്ടാമത്തെ കാർ കയറി നിന്നത്. ഇതിൽ യാത്ര ചെയ്തിരുന്ന പുൽപ്പള്ളി മാരപ്പൻമുല പുന്നന്താനത്ത് ഷീജോ, സുഹൃത്ത് കൊട്ടിയൂർ കേളകം മംഗലത്ത് സിജോ, ഭാര്യ നിസി, ഇവരുടെ കൈക്കുഞ്ഞ് എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയ ശേഷം നാട്ടുകാരും ചേർന്നാണ് കൊക്കയിലേക്ക് വീണ കാറിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട്ടിൽ റെക്കോർഡ് പോളിംഗ് ശതമാനം 80 കടക്കും. സംസ്ഥാന ശരാശരിയേക്കാൾ വയനാട് മുന്നിൽ. ഒരിടത്തും അനിഷ്ട സംഭവങ്ങളില്ല. വോട്ടിംഗ് മെഷീനുകൾ പരക്കെ പണിമുടക്കി. അമ്പലവയലിലും തരുവണയിലും നിശ്ചിത സമയം കഴിഞ്ഞും നീണ്ട ക്യൂ. കുറിച്യാട് ബൂത്തിൽ പോളിംഗ് 100%. പോളിംഗ് ശതമാനത്തിലെ വർധന ആശയും ആശങ്കയും പങ്കുവച്ച മുന്നണികൾ. വൻ ഭൂരിപക്ഷം നേടുമെന്ന UDF, തകർപ്പൻ വിജയം നേടുമെന്ന LDF, വിജയപ്രതീക്ഷയുണ്ടെന്ന NDA. വെള്ളമുണ്ടയിലെ മാതൃകാ പോളിംഗ് സ്റ്റേഷൻ വേറിട്ട അനുഭവമായി. പോളിംഗ് ബൂത്ത് കല്യാണ വീട് പോലെ. പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷ. തണ്ടർബോൾട്ടും അതിർത്തി രക്ഷാസേനയും രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രൈം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പകരം വെക്കാനാവാത്ത പാരമ്പര്യം. വാലുമ്മൽ ജ്വല്ലറി. Co-sponsored by അനുപമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുൽത്താൻ ബത്തേരി, വയനാട്. പകരം വെക്കാനാവാത്ത പാരമ്പര്യം. വാലുമ്മൽ ജ്വല്ലറി.